Dear students, welcome back to our online class. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. In today's class, we are going to analyze a new topic, The Toilet by Jazina Malouf. ജസീന മലോഫ് എഴുതിയിട്ടുള്ള The Toilet എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇത് ഇവരുടെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊരു സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലറാണ്, റൈറ്ററാണ്, പ്ലേ റൈറ്ററാണ്, അതുപോലെ തന്നെ ആക്ട്രസ് ആണ്. ഓക്കെ, എന്താണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടാവുക നമുക്കൊന്ന് നോക്കാം അല്ലേ. അതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരൊരു സൗത്ത് ആഫ്രിക്കൻ എഴുത്തുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മിക്ക കഥകളിലും മറ്റുമൊക്കെ ഈ റേസിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ കഥയിൽ തീമായിട്ട് നമുക്ക് റേസിസം, ഡിസ്ക്രിമിനേഷൻ, അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാവുന്നതാണ് കേട്ടോ. ദ ടോയ്ലറ്റ് ബൈ ജസീന മലോഫ്. ഇതിലെ നരേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഴുത്തുകാരി തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്നതെന്ന്. സംടൈംസ് ഐ വാണ്ടഡ് ടു ഗിവ് അപ്പ് ആൻഡ് ബി എ ഗുഡ് ഗേൾ ഹൂ ലിസണഡ് ടു ഹെർ എൽഡേഴ്സ്. ചില സമയങ്ങളിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അല്ലെ എൻ്റേതായിട്ടുള്ള ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല പെൺകുട്ടിയാവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ നല്ല പെൺകുട്ടി എങ്ങനെയായിരിക്കണം? മൂത്തവർ പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരു നല്ല പെൺകുട്ടിയായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതായത് ഇവൾ ചിലപ്പോൾ മൂത്തവർ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ഇവൾക്ക് ഇവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതായിരിക്കും ഇവൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക നമ്മൾ എഴുത്തുകാരി. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്വൽ. ഒരു പക്ഷേ ഞാൻ എൻ്റെ അമ്മ ആഗ്രഹിച്ച പോലെ ഒരു ടീച്ചിങ്ങോ അല്ലെങ്കിൽ നഴ്സിംഗൊക്കെ എന്ത് ചെയ്യണമായിരുന്നു. പക്ഷെ അവർ ചെയ്തുകണോ? ഇല്ല. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻസ് വേർ റെസ്പെക്റ്റബിൾ. ആളുകൾ എന്താ ചിന്തിക്കുന്നത്? ഇപ്പോൾ ഈ ടീച്ചിങ്ങും നഴ്സിങ്ങും നല്ല റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള നല്ല ബഹുമാനം കിട്ടുന്ന ജോലികളാണെന്ന് ആളുകൾ വിചാരിക്കുന്നു. ബട്ട് ഐ ന്യൂ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറും ഈ ടീച്ചിങ്ങും അതുപോലെ തന്നെ നഴ്സിംഗ് മാത്രമല്ല നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതിൽ നിന്ന് എന്തൊക്കെ വിഭിന്നമായിട്ട് എനിക്ക് ചെയ്യണം. ദോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്. പക്ഷേ അതെന്തായിരുന്നു എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അത് പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അല്ലേ. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ, എൻ്റെ അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്, നഴ്സിംഗൊക്കെയാണ്. പക്ഷേ ഞാൻ വ്യത്യസ്തമായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. ഞാൻ ഒരുപാട് അഭിനയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. അതായത് കുട്ടി പഠനത്തിലേക്കാളേറെ കൂടുതൽ ഈ മറ്റു കാര്യങ്ങൾ, ഈ അഭിനയത്തെക്കുറിച്ചും ആക്ട്രസ് ആവാനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ അല്ലേ, ഈ അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ, നിന്നെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പണം എന്ത് ചെയ്യാണ്, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ് ഐ ഹാഡ് അക്വയർഡ്. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല, അതായത് ഞാൻ അക്വയർ ചെയ്തിട്ടുള്ള അല്ലേ, നേടിയെടുത്തിട്ടുള്ള ഈ അറിവൊക്കെ വെച്ചിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എനിക്ക് അറിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ നേരെ അതിലോട്ട് പോവുകയാണ്. ഐ ഹാഡ് കം ടു ജോണസ്ബർഗ്. ജോണസ്ബർഗ് മീൻസ് ഒരു സ്ഥലമാണ്. ഫോർ ദ ഡിസംബർ ഹോളിഡേയ്സ് ആഫ്റ്റർ റൈറ്റിംഗ് മൈ മാട്രിക് എക്സാം അല്ലേ, എൻ്റെ മാട്രിക് എക്സാംസ് ഒക്കെ എഴുതിയതിന് ശേഷം ഞാൻ ജോണസ്ബർഗിലോട്ട് വരുന്നു അല്ലേ, ഡിസംബർ ഹോളിഡേയ്സിൽ. ആൻഡ് ദെൻ സ്റ്റേഡ് ഓൺ, അവിടെ നിൽക്കുന്നു. ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടും അല്ലേ, എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ജോണസ്ബർഗിലോട്ട് വരുന്നു എന്ന് പറയുന്നു. നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. മൈ എൽഡർ സിസ്റ്റർ വർക്കഡ് ഇൻ ഓറഞ്ച് ഗ്രൂവ്. ഓറഞ്ച് ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലമാണ്. ആസ് എ ഡൊമസ്റ്റിക് വർക്കർ ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹെർ ഇൻ ഹെർ ബാക്ക് റൂം. ഓക്കെ, എൻ്റെ മൂത്ത സഹോദരി, എൽഡർ സിസ്റ്റർ, എൻ്റെ മൂത്ത സഹോദരി, അവർ ഓറഞ്ച് ഗ്രോവിൽ വർക്ക് ചെയ്യുന്നു ആസ് എ ഡൊമസ്റ്റിക് വർക്കർ. ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടുജോലിക്കാരി ആയിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹെർ, ഞാൻ അവളുടെ കൂടെയായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇൻ ഹെർ ബാക്ക് റൂം. ഇവിടെ ബാക്ക് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഡൊമസ്റ്റിക് വർക്കേഴ്സിനൊക്കെ ഒരു മുറി ഉണ്ടായിരിക്കും, അതായത് വീടിനോട് ചാരി പുറകിൽ അല്ലേ, അവിടെയായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ഡിഡിൻറ്റ് നോ എനിബഡി ഇൻ ജോണസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഹൂം വി വെൻറ്റ് ടു ചേർച്ച് വിത്ത് അല്ലേ. അതായത് എനിക്ക് ജോണസ്ബർഗിൽ ഒരാളുമായിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. ആരൊക്കെ ഒഴിച്ച് എൻ്റെ പെങ്ങളുടെ കുറച്ച് കൂട്ടുകാരികൾ ഒഴിച്ച് അല്ലേ. ഹൂം വി വെൻറ്റ് ടു ചേർച്ച് വിത്ത്, കാരണം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഐ വാസ് വെരി ബോറഡ് ആൻഡ് ലോൺലി. എനിക്ക് വളരെയധികം ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അലോണായിരുന്നു, ഒറ്റപ്പെട്ട പോലെയായിരുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് അവൾ അവിടെ താമസിച്ചിട്ടുണ്ടായത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഈ പെങ്ങളുടെ കൂടെ ബാക്ക് റൂമിൽ നിൽക്കുന്നു എന്ന് പറയുന്നല്ലോ അല്ലേ. അപ്പോൾ പെങ്ങളൊരു വീട്ടിലൊരു ഡൊമസ്റ്റിക് വർക്കർ ആയിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. ആ വീട്ടുകാരൊന്നും അറിയാതെയാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ ജസീന മലോഫ് ചെയ്യുന്നത്, പെങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കാരണം ജസീന മലോഫ് അവിടെ നിന്നിട്ട് എന്തെങ്കിലും ജോലി അന്വേഷിക്കുകയാണ്. അപ്പോൾ പരിചയമുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെ അടുത്താണ് അവൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റവർ ചെയ്യാൻ പാടില്ല, അവളെ കാണാൻ പാടില്ല. ഒരു പാത്തും പതുങ്ങിയുമായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. ഓൺ വീക്ക് ഡേയ്സ് I was locked in my sister's room so that the madam wouldn't see me. She was at home most of the time.
പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. അല്ലേ, അതായത് വീക്ക് ഡേയ്സ്, ഇവിടെ വീക്ക് ഡേയ്സിൽ അല്ലേ, ആഴ്ചയുടെ ദിനങ്ങളിൽ ഐ വാസ് ലോക്കഡ് ഇൻ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസം എന്നല്ല, അതായത് ഇവിടെ അവിടെ ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കുന്ന സമയങ്ങൾ മൊത്തം എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇവളുടെ പെങ്ങൾ അല്ലെ മൂത്ത സഹോദരി ഇവളെന്ത് ചെയ്യാം, മുറിയിലിട്ട് കണ്ട് എന്ത് ചെയ്യും, കൂട്ടും. കാരണം എന്തിനാ, സോ ദാറ്റ് ദ മാഡം വുഡിൻ്റ് സീ മീ, മാഡം എന്ത് ചെയ്യാൻ പാടില്ല, എന്നെ കാണാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ സൺഡേസ് അതേപോലെ സാറ്റർഡേ ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ലേ, എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുന്ന ദിവസം, അന്നത്തെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ കാണാൻ എന്ത് ചെയ്യും പൂട്ടും, കാരണം ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ കാണാൻ പാടില്ല അല്ലേ. ഷീ വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം, കാരണം വീക്ക് ഡേയ്സിൽ ഇവർ കൂടുതൽ സമയം വീട്ടിലുണ്ടായിരിക്കും അല്ലേ. പെയിൻറ്റിങ് ഹെർ നെയിൽസ് ഇല്ലേ, നഖത്തിലൊക്കെ പോളിഷ് ചെയ്യായിരിക്കും, പെയിൻറ്റ് ചെയ്യായിരിക്കും. ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുമായിരിക്കും, ചായയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമായിരിക്കും. ഓർ ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ, അല്ലെങ്കിൽ എന്താണ് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് വെയിലും കൊണ്ട് കണ്ട് കിടക്കുമായിരിക്കും അല്ലേ. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം, അതായത് ഞങ്ങളുടെ മുറിൻ്റെ വളരെ അടുത്തായിരുന്നു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിച്ച് ഈസ് വൈ ഐ ഹാഡ് ടു കീപ്പ് വെരി ക്വൈറ്റ്, ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മിണ്ടാതെ ഇരിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി, പക്ഷേ വീക്ക് ഡേയ്സിലാവുമ്പോൾ കുറച്ചും കൂടിയും എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവളൊന്നും കൂടി എന്ത് ചെയ്യുമല്ലോ മുറിയിലിട്ട് കിടന്ന് പൂട്ടും. കാരണം സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിരുന്നു ഇവരുടെ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മിണ്ടാതെ ഇരിക്കണം, കാരണം മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഇവിടെ ജസീന മലോഫ് ഉണ്ട് എന്ന്, അവളുടെ ചേച്ചിയുടെ കൂടെ താമസിക്കണമെന്ന് അറിയില്ലല്ലോ, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ അല്ലേ. ഓക്കെ, മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദെയർ. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ, സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനാവാതെ അല്ലേ തൻ്റെ പെങ്ങളുടെ മുറിയിൽ എന്ത് ചെയ്യാണ് പാത്തും പതുങ്ങി താമസിക്കുന്ന നമ്മൾ ജസീന മലോഫിൻ്റെ ഫീലിങ്സ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദെയർ, അതായത് എൻ്റെ പെങ്ങൾക്ക് എന്നെ ഇപ്പോൾ മുറിയിൽ ഇങ്ങനെ പൂട്ടിയിടുന്നില്ല, അവൾക്ക് തന്നെ സങ്കടമുണ്ട്, പക്ഷേ എൻ്റെ അനിയത്തിയെ ഞാൻ ഇങ്ങനെ പൂട്ടിയിടണം എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് ഷീ ഹാഡ് നോ ആൾട്ടർനേറ്റീവ്, പക്ഷേ അവൾക്ക് വേറെ എന്തില്ല, ചോയ്സ് ഇല്ല, വഴിയില്ല. ഐ കുഡിൻറ്റ് ഈവൻ പ്ലേ ദ റേഡിയോ, എനിക്ക് റേഡിയോ വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റില്ല, പറ്റുന്നതായിരുന്നില്ല അല്ലേ, കാരണം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്താ അവർ കേൾക്കില്ലേ. സോ ഷീ ബ്രോട്ട് മീ ബുക്സ്, ഓൾഡ് മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ വൈറ്റ് പീപ്പിൾ. അവൾ എന്ത് ചെയ്യും, ഈ വെളുത്തവരുടെ ഇടയിൽ നിന്ന് അല്ല അവരുടെ പക്കൽ നിന്ന് എനിക്ക് കുറച്ച് പുസ്തകങ്ങളും മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്ന് തരും, അല്ല അത് വായിച്ചു എന്ന് പറഞ്ഞിട്ട്. ഐ ജസ്റ്റ് റെഡ് എവറി സിംഗിൾ തിങ് ഐ കെയിം അക്രോസ്, എനിക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പുസ്തകങ്ങൾ മാഗസിൻ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ എല്ലാം, ഫെയർ ലേഡി, വുമൻസ് വീക്ക്ലി, എനിത്തിങ്. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. പിന്നെ എൻ്റെ പെങ്ങളിങ്ങനെ വിചാരിക്കാൻ തുടങ്ങി എന്താണ്, പിന്നെ എന്താ പറഞ്ഞിട്ടില്ല, ഞാൻ ധാരാളം വായിക്കുന്നുണ്ടായിരുന്നു അവൾ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതൊക്കെ വായിച്ച സംഭവം. ഇവൾക്ക് ചിലപ്പോൾ റേഡിയോ പ്ലേ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പുറത്ത് കൂടെ ഒന്ന് ഇറങ്ങി നടക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അല്ലേ, ഒന്ന് മുറ്റത്ത് കൂടെ ഒക്കെ നടക്കാൻ, ഇതൊന്നും അവിടെ നടക്കുന്നില്ല. ഇവിടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഇവിടെ ഇവൾക്ക് നമ്മൾ ജസീന മലോഫിന് എന്തില്ല, ഐഡൻറ്റിറ്റി ഇല്ല. കാരണം ഇവിടെ കണ്ടില്ലേ ജസീന മലോഫ് ഈ പുറത്തോട്ട് എന്ത് ചെയ്യാണ്, നോക്കുകയാണ് പുറത്ത് അവരുടെ വീട്ടിലെ ആ മിസ്ട്രസ്സും അവരുടെ ഫ്രണ്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, സായാഹ്ന സമയങ്ങൾ ചായ കുടിക്കുന്നു, അവർ ആഘോഷിക്കുന്നു. പക്ഷേ ഇവൾക്കൊരു സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനാകാതെ ഇവളെന്ത് ചെയ്യണം, അവിടെ ജീവിക്കുകയാണ് അല്ലേ. Soon, I got a temporary job in a clothing factory in town which made clothes for ladies boutiques അല്ലേ. അങ്ങനെ അധികം വൈകാതെ എനിക്കൊരു താൽക്കാലിക ജോലി, അതായത് ടൗണിലെ ഒരു ലേഡീസ് ബൊട്ടീക്കിൽ എനിക്ക് താൽക്കാലിക ജോലി ലഭിക്കുന്നു. I looked forward to meeting new people and liked the idea of being out of that room for a change. അങ്ങനെ ഇവൾ പുതിയ ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പുതിയ ആളുകളുമായിട്ട് എന്ത് ചെയ്ത് കണ്ടുമുട്ടാൻ തുടങ്ങുന്നു അല്ലേ. അങ്ങനെ പുതിയ ഐഡിയാസുമായി എനിക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നു, കാരണം ആ മുറിയിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റിയല്ലോ. കാരണം അത്രയും നാളെന്ത് ചെയ്യാന്നാണ് പറഞ്ഞില്ല, ആ മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യല്ലേ നിൽക്കല്ലേ. അപ്പോൾ അത് വളരെ ഒരു ആശ്വാസമായിരുന്നു എനിക്കെന്ന് നമ്മുടെ ജസീന മലോഫ് എന്ത് ചെയ്യാണ് പറയുകയാണ്. ദ ഫാക്ടറി നോക്കഡ് ഓഫ് അറ്റ് 4:30. അങ്ങനെ ഫാക്ടറി എപ്പോഴാണ് കഴിയുകയെന്നാണ് പറഞ്ഞിട്ട് 4:30 എന്ത് ചെയ്യും, അവിടുത്തെ വർക്ക് എന്ത് ചെയ്യും, കഴിയും. ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു എ പാർക്ക് നിയർ വേർ മൈ സിസ്റ്റർ വർക്കഡ് അല്ലേ. എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന ഒരു പാർക്കിൽ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതായത് സിസ്റ്റർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ട്, അതായത് ഇവരുടെയൊക്കെ വീടിൻ്റെ അടുത്ത്. അവിടെ ഞാൻ പോയി കണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഞാൻ എന്ത് ചെയ്യും, കാത്തിരിക്കും അല്ലേ. ഞാൻ നേരെ അവിടെ പോയിരിക്കും. ഐ വെയിറ്റഡ് ദെയർ ടിൽ 6:30. ഒരു 6:30 മണി വരെ ഞാൻ അവിടെ നിൽക്കും. 4:30 വിട്ടത്, 6:30 മണി വരെ അവിടെ നിൽക്കും. വെൻ ഐ കുഡ് സ്നീക്ക് ഇൻ ടു ദ ഹൗസ് അഗെയിൻ വിത്തൗട്ട് ദ വൈറ്റ് പീപ്പിൾ സീയിങ് മീ. അതായത് 6:30 മണി വരെ ഞാൻ കാത്തിരിക്കും. ഇവിടെ സ്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തും പതുങ്ങിയും ഒളിഞ്ഞു എന്നൊക്കെയാണ്. അതായത് ഞാൻ അവരുടെ വീട്ടിലോട്ട് ആ ഗേറ്റ് തുറന്ന ബാക്ക് റൂമിലോട്ട് കയറണ്ടേ, ആരും കാണാതെ പാത്തും പതുങ്ങിയാണ് എന്ത് ചെയ്യുക, അങ്ങോട്ട് എന്ത് ചെയ്യുക, പോവുക. കാരണം ഒരു വെളുത്തവർക്കാരനും എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. ആ വീട്ടിലെന്നല്ല, ആ ചുറ്റുവട്ടത്തിൽ ആരും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല അല്ലേ. സോ ഐ ഹാഡ് ടു ലീവ് ദ ഹൗസ് ബിഫോർ 5:30 ഇൻ ദ മോർണിംഗ്സ് ആസ് വെൽ. അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന്, അതായത് ഇവരുടെ താമസിക്കുന്ന ആ ബാക്ക് റൂമിൽ നിന്ന് എന്ത് ചെയ്യണമായിരുന്നു, ഒരു 5:30, ഒരു 5:30 മണിൻ്റെ ഉള്ളിൽ ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ എന്ത് ചെയ്യണം, ഒരു 5:30 എന്ത് ചെയ്യണം, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം.
6ൻ്റെ ശേഷം അവൾക്ക് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. കാരണം വേറൊരു മനുഷ്യനും എന്ത് ചെയ്യാൻ പാടില്ല, അവളുടെ സിസ്റ്ററിൻ്റെ പക്കലോട്ട് പോകുന്നതും അവിടുന്ന് വരുന്നതും എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല അല്ലേ. കാരണം മറ്റൊരു അറിയാതെയായിരുന്നല്ലോ ഇവിടെ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. ഓക്കെ, അങ്ങനെ 5:30 മണിക്ക് എന്ത് ചെയ്യണം, അവൾക്ക് എന്ത് ചെയ്യണം, ഇറങ്ങണമെന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. That meant I had to find something to do with the time I had before I could catch the 7:30 bus to work about 2 hours. അതായത് 5:30 മണിക്കാണ് ഇവൾ ഇറങ്ങുന്നത്. അപ്പോൾ 6:30, 7:30, 2 മണിക്കൂറുണ്ട്. ഈ 2 മണിക്കൂർ അല്ലെ, 7:30ക്കാണ് ബസ് ഉള്ളത്. അപ്പോൾ ഈ 2 മണിക്കൂറിൽ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇവൾക്ക് ചെയ്യണമായിരുന്നു എന്നാണ് പറഞ്ഞത്. സമയം പോകണ്ടേ. I would go to a public toilet in the park. അങ്ങനെ ഞാൻ ആ പാർക്കിലെ ഒരു പബ്ലിക് ടോയ്ലറ്റിലോട്ട് പോകുമായിരുന്നു. ഫോർ സം റീസൺ ഇറ്റ് വാസ് നെവർ ലോക്കഡ്. എന്താ കാരണം എന്നറിയില്ല, ആ നമ്മുടെ ടോയ്ലറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാരണം കൊണ്ട് അറിയില്ല. സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ടു റീഡ് സം മാഗസിൻ ഓർ അതർ അൺടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ടോയ്ലറ്റിനകത്തോട്ട് കയറിയിട്ട് ആ ടോയ്ലറ്റിൽ എന്ത് ചെയ്യും, അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് മാഗസിൻസോ എന്തെങ്കിലും പുസ്തകങ്ങളോ മറ്റൊക്കെ എന്ത് ചെയ്യും, ഞാനിങ്ങനെ വായിക്കും. കാരണം അതിങ്ങനെ കാണാൻ പാടില്ലല്ലോ. അതായത് ഈ 2 മണിക്കൂർ എന്ത് ചെയ്യണം, ഞാൻ വെയിറ്റ് ചെയ്ത് കാണാൻ എന്ത് ചെയ്യണം, നിൽക്കും വേണമല്ലോ. അതായത് ആ ബസ് പിടിക്കുകയുള്ളൂ എന്ത് ചെയ്യണമെന്നായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ ടോയ്ലറ്റിൽ അഭയം തേടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സാധാരണ ടോയ്ലറ്റിലോട്ട് പോവുക അല്ലേ, നമ്മളൊന്ന് ഫ്രഷ് ആവാനൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പോവുക. ഇവിടെ 2 മണിക്കൂറോളൊക്കെ ഒരാൾ എന്താ ടോയ്ലറ്റിൻ്റെ ലിഡ് അടച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കുക. കാരണം വേറൊരു വഴിയില്ല. കാരണം അന്ന് കറുത്ത വർഗ്ഗക്കാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങൾ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, റേസിസം, ഇതെല്ലാം ഇതിലൂടെ എന്ത് ചെയ്യാണ്, തുറന്ന് കാണിക്കുകയാണ്. ദ ഫസ്റ്റ് ടൈം, ഇനി ഇവൾ ആദ്യത്തെ തവണ ആ ടോയ്ലറ്റിലോട്ട് പോയിട്ടുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരാം. ദ ഫസ്റ്റ് ടൈം ഐ വെൻറ്റ് ഇൻ ടു ദിസ് ടോയ്ലറ്റ് ഐ വാസ് ഓൺ മൈ വേ ടു ദ ബസ് സ്റ്റോപ്പ്. അതായത് ആദ്യ തവണ ഞാൻ ഈ ടോയ്ലറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു, പോകുന്ന ഒരു സമയത്തായിരുന്നു അല്ലേ, അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ വെൻറ്റ് സ്ട്രൈറ്റ് ടു ദ ബസ് സ്റ്റോപ്പ് ഔട്ട് സൈഡ് ദ ഓക്കെ ബസാർസ് വേർ ഇറ്റ് വാസ് വെൽ ലിറ്റ് അല്ലേ. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോകുന്നു എന്തിന്, ഓക്കെ ബസാർസിൻ്റെ പുറത്ത് അല്ലേ. അങ്ങനെ അവിടെ ഞാൻ നിന്നപ്പോൾ ഇറ്റ് വാസ് വെൽ ലിറ്റ്, ഈ ടോയ്ലറ്റ് നല്ല രീതിയിൽ എന്തുണ്ടായിരുന്നു, പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ കുഡ് സീ, എനിക്ക് കാണാൻ പറ്റി അല്ലേ. സിനിമയിലൊക്കെ കാണുന്ന പോലെ തിളക്കത്തോട് കൂടിയിട്ട് ഈ ടോയ്ലറ്റിന് എനിക്ക് കാണാൻ സാധിച്ചു അല്ലേ. സിനിമയിലൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ചില കാര്യങ്ങളിങ്ങനെ എടുത്ത് കാണിക്കുക, അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഐ വുഡ് വെയിറ്റ് ദെയർ, ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കാത്തിരുന്നു. റീഡിങ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോവിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദെയർ വേ ടു ടൗൺ അല്ലേ. അതായത് ഇങ്ങനെ ടോയ്ലറ്റ് എനിക്ക് കണ്ടു. അങ്ങനെ ഞാൻ ആ പാർക്കിൽ, ആ ബസ് സ്റ്റോപ്പിൽ അല്ലേ, അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വാഹനങ്ങളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെ നിന്ന് ടൈമൊന്നുമില്ല, ബസ് വരുള്ളൂ, ഇങ്ങനെ കാത്തു നിൽക്കുമല്ലേ. ഓൺ ദാറ്റ് ഡേ, ആ ദിവസം ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അൺടിൽ ദ റെയിൻ പാസ്ഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മഴ നനയാതിരിക്കാൻ കുറച്ച് നേരം എന്ത് ചെയ്യുക, ആ ടോയ്ലറ്റിലൊന്നും എന്ത് ചെയ്യുക, പോവാം അല്ലേ. എന്നാൽ മഴ മാറിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എന്ത് ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചു. ഐ നോക്കഡ് ഫസ്റ്റ് ടു സീ ഇഫ് ദർ വാസ് എനി വൺ ഇൻസൈഡ്. അങ്ങനെ ആ ടോയ്ലറ്റിൻ്റെ അടുത്തോട്ട് ആദ്യം പോയപ്പോൾ ഞാൻ വാതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് അറിയാൻ. ആസ് ദർ വാസ് നോ റീപ്ലൈ, ആരും ഒരു മറുപടിയും തരാത്തപ്പോൾ ഐ പുഷ്ഡ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെൻറ്റ് ഇറ്റ്. ഞാൻ ആ വാതിൽ തുറന്നിട്ട് എന്ത് ചെയ്യുന്നു, അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. അതായത് ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. അതിങ്ങനെ കണ്ടില്ല, അതായത് ആ ടോയ്ലറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ധാരാളം വർഷമായിട്ടുണ്ട് എന്നൊന്നും കണ്ടില്ല. പക്ഷേ അത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദ ക്ലോസ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ് വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഫോർ മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം പല രാവിലെകളിലും ഈ ആ ടോയ്ലറ്റിൻ്റെ ക്ലോസ് ലിഡ് ഉണ്ടാവില്ല, ഈ അടച്ചുവെച്ചിട്ട് മൂടി ഉണ്ടാവില്ല അല്ലെ, ആ കവർ ഉണ്ടാവില്ല, അതെൻ്റെ സീറ്റായിട്ട് മാറുകയായിരുന്നു എന്നാണ് പണ്ടത്. അതായത് ഒരിക്കലും മഴ നനയാതിരിക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ടോയ്ലറ്റിലോട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. അതിനുശേഷം പല രാവിലെകളിലെയും എൻ്റെ അതൊരു സീറ്റായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, സാധാരണ നമ്മളെല്ലാവരും പിന്നെ റെസ്റ്റ് എടുക്കുക അതേപോലെ വല്ല ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഷെൽട്ടറിലോടത്തൊക്കെ ആയിരിക്കും. ടോയ്ലറ്റിലൊന്നും ഒരു മനുഷ്യനും എന്ത് ചെയ്യില്ല, പോവില്ല. നമ്മളെ കൊണ്ട് ഇത് ചിന്തിക്കാനേ എന്ത് ചെയ്യില്ല, പറ്റില്ല. ഒരു അരമണിക്കൂറോ നമ്മളെ ഫ്രഷ് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ പോകുന്നതിന് അതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് ചെയ്യില്ല, ഒരു മനുഷ്യനും ചിന്തിക്കില്ല. പക്ഷേ ഇവരുടെ ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ച് നോക്കണം. ഐ വാസ് വെരി ലക്കി ടു ഹാവ് ഫൗണ്ട് ദാറ്റ് ടോയ്ലറ്റ് ബിക്കോസ് ദ വിൻ്റർ വാസ് വെരി കോൾഡ്. അങ്ങനെ വിൻ്റർ മാസം വന്നു അല്ലേ, വിൻ്റർ നല്ല തണുപ്പായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ്. കാരണം ഞാൻ ആ ടോയ്ലറ്റ് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അതായത് വിൻ്റർ സീസണിലൊക്കെ നല്ല പെരും തണുപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. ആ സമയത്ത് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് തണുപ്പിൽ നിന്നൊരു ആശ്വാസം നേടാൻ എനിക്ക് ടോയ്ലറ്റിനകത്തോട്ട് എന്ത് ചെയ്യാം, ഇരിക്കാമല്ലോ അല്ലേ, മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു സമയം. നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാമർ ഇൻ ദയർ. അതായത് അതിൻ്റെ അകത്ത് എന്തില്ല, ഇളം ചൂടൊന്നും ഇല്ല. ബട്ട് വൺസ് ഐ ഹാഡ് ക്ലോസ്ഡ് ദ ഡോർ ഇറ്റ് യൂസ്ഡ് ടു ബി എ ലിറ്റിൽ ലെസ് വിൻഡി. അതായത് ഞാൻ ആ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറിയിട്ട് വാതിലാണ് അടച്ചു കഴിഞ്ഞാൽ കാറ്റിനും തണുപ്പിനൊക്കെ എന്ത് ചെയ്യുന്നത്, ചെറിയൊരു എന്തുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ആശ്വാസം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൾസോ
ദ ടോയ്ലറ്റ് വാസ് വെരി സ്മാൾ. അത് കൂടാതെ നമ്മൾ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞു ടോയ്ലറ്റ്, അവൾക്ക് മാത്രം ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. ദ വാൾസ് വേർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. അതിൻ്റെ ചുമരുകളൊക്കെ എന്നോട് അടുത്തായിരിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ ഈ മാളുകളിലും മറ്റൊക്കെയുള്ള ചെറിയ ടോയ്ലറ്റുകൾ ഉണ്ടാവും അല്ലേ, ഒരാൾക്ക് മാത്രം പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെ വീട്ടിലുള്ളതൊന്നും അങ്ങനെ ആവില്ല. അപ്പോൾ അതിൽ ഒന്നുണ്ടാവും, ഒരു ക്ലോസറ്റ് ഉണ്ടാവും, അവിടെ ഫ്ലഷും കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുമരുകളൊക്കെ നമുക്ക് തൊടാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അത്രയും എന്നോട് അടുത്തായിരുന്നു. കാരണം ഇവളും ആ ക്ലോസറ്റും തമ്മിൽ, നമ്മുടെ ആ ടോയ്ലറ്റും തമ്മിൽ വളരെയധികത്തിലുള്ളൊരു റിലേഷൻ ഉണ്ട് എന്ന് കാണിക്കുക. കാരണം ഒന്നും പറയാനില്ല, ഒരു സുഹൃത്തുക്കളില്ല അല്ലേ, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ അല്ലേ, അങ്ങനെ നടക്കുമ്പോൾ അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടിയത്, അല്പം ഒന്ന് റെസ്റ്റ് എടുക്കാൻ ആശ്വാസം കിട്ടിയത് ഈ ടോയ്ലറ്റിലാണ്. ദ വാൾസ് വേർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ അലോൺ. അതായത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു, കാരണം എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്, എനിക്ക് ഫിറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടോയ്ലറ്റാണെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് കണ്ടുള്ളത്. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി അല്ലേ. ഞാൻ ആ പ്രൈവസി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾക്കിപ്പോൾ പ്രൈവസി ഇല്ല. ഇവളിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മുറിയിലാണ്, സ്വന്തമായിട്ട് മുറിയില്ല അല്ലേ, എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും പ്രൈവസി ഉണ്ട് അല്ലേ. നമുക്കെല്ലാം പ്രൈവസി നമ്മൾ എന്ത് ചെയ്യുക, സ്വകാര്യത നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ സ്വന്തമായിട്ട് നോട്ട്ബുക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ആരുടെയും ഷെയർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ടൊരു മുറി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഗ്രഹിക്കുന്നതാണ് അല്ലേ. വാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് പിന്നെ കുറ്റിയിട്ടൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെ പ്രൈവസി ഓരോ രീതിയിലായിരിക്കും. ഇവൾക്ക് അതൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് അവൾക്കൊരു പ്രൈവസി ഫീൽ ചെയ്യുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ്. അതായത് ഞാൻ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ധാരാളം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു മെനി ടൈംസ് ഇമാജിങ് മൈ സെൽഫ് ഇൻ സം ബിഗ് ഹാൾ ഡൂയിങ് എ റിയലി പോപ്പുലർ പ്ലേ വിത്ത് അതർ യങ് ആക്ടേഴ്സ്. അവൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും. അതായത് വലിയൊരു ഹാളിൽ ഒരു വലിയ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പോപ്പുലർ നാടകത്തിൻ്റെ പ്ലേൻ്റെ ഭാഗമായിട്ട് യങ് ആക്ടേഴ്സിനോടും ആക്ട്രസിനും കൂടെയൊക്കെ പോപ്പുലറായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞില്ലേ. ഐ വുഡ് സിറ്റ് ദെയർ ഡ്രീമിങ്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈ സെൽഫ് വൈ ഐ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ഒന്നും എഴുതാതെ ഇരുന്നത്. അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ ചിലപ്പോൾ കഥകളും കവിതകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് അറ്റ് സ്കൂൾ ഐ ഹാഡ് റിട്ടൺ സം പോംസ് ഓർ സ്റ്റോറീസ് ഇൻ ദ സ്കൂൾ മാഗസിൻ ആൻഡ് അതർ മാഗസിൻസ് ആൻഡ് ആൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസ്. അതായത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ കുറച്ച് കവിതകൾ, സ്കൂൾ മാഗസിൻസിന് വേണ്ടി കഥകളൊക്കെ എഴുതാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് മാഗസിൻസിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ വേണ്ടിയിട്ട് എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ്, കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ആൾസോ എൻകറേജിങ് അല്ലേ. നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന അല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അടിപൊളിയാണ്, സൂപ്പറാണ്, ഒന്നുകൂടി എഴുതിക്കുമെന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോവ്ഡ് ഹിം മൈ ഫസ്റ്റ് പോം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ആദ്യത്തെ കവിത കാണിച്ചു കൊടുത്ത് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, ഓർക്കുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ്. അന്ന് എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഐ കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ദ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. എനിക്ക് അന്നത്തെ ദിവസം മൊത്തം ക്ലാസ്സിലൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പോം എഴുതി കാണിച്ചു കൊടുത്തു, അദ്ദേഹം എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വളരെയധികം അടിപൊളിയായിട്ടൊരു ദിവസമായിരുന്നു എന്ന് പറയാം അന്നൊക്കെ. അങ്ങനെ ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് എബൌട്ട് പബ്ലിഷിംഗ് ദെൻ. അന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കഥകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുക, ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഡിഡിൻ ആസ്ക് മൈ സെൽഫ് ഇഫ് മൈ സ്റ്റോറീസ് വേർ ഗുഡ് ഇനഫ്. അതായത് എന്നോടൊരിക്കലും ഞാൻ എന്തെങ്കിലും ചോദിക്കില്ല, എൻ്റെ കഥകൾ അല്ലേ എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്, വേർ ഗുഡ് ഇനഫ്, നല്ല തന്നെയാണോ, എങ്ങനെ ആളുകൾക്കൊക്കെ അതൊന്നും അറിയുമ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുതി കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ് ബെസ്റ്റ് കസ്റ്റമർ. അങ്ങനെ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം അപ്പോഴേക്കും ഞാൻ ടോയ്ലറ്റിൻ്റെ ഒരു ബെസ്റ്റ് കസ്റ്റമറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഐ ബോട്ട് മൈ സെൽഫ് എ നോട്ട് ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അതായത് ഞാനൊരു നോട്ട് പുസ്തകം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ ടോയ്ലറ്റിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡിഡിൻ യൂസ് ഇറ്റ് ഫോർ എ വൈൽ അൺടിൽ വൺ ഈവനിങ്. പക്ഷേ ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ അല്ലേ. ഐ ഡിഡിൻ യൂസ് ഇറ്റ് ഫോർ എ ക്വൈറ്റ് വൈൽ അൺടിൽ വൺ ഈവനിങ്. അതായത് ഞാൻ മേടിച്ചു എന്നുള്ള എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു വൈകുന്നേരം വരെ, ഒരു ദിവസം, എന്തോ ഒരു പ്രത്യേക ദിവസം വൈകുന്നേരം വരെ, എന്തോ ഇവൾക്കൊരു അനുഭവം ഉണ്ടാകുന്ന വരെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് എന്ത് ചെയ്യാണ് പറയുകയാണ്. ഓക്കെ. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൻ ഹെർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ് ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവർ. ഓക്കെ, സാധാരണ വ്യാഴാഴ്ച വൈകുന്നേരം ചിലപ്പോൾ എൻ്റെ പെങ്ങൾ ഒന്ന് ലീവ് എടുത്തിട്ട് എവിടെ ചന്തയിലോട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നും പോകുമല്ലോ. ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ലീവ് കൊടുക്കുന്ന സമയം ഉണ്ടാവും, നീ ഒന്ന് പുറത്തൊക്കെ പോയി വന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു തേഴ്സ്ഡേ, ഒരു വ്യാഴാഴ്ച, എൻ്റെ പെങ്ങൾ സാധാരണ എടുക്കുന്ന പോലെ എന്താ യൂഷ്വലായിട്ട് എന്ത് ചെയ്യുന്നു, അവൾ കുറച്ച് പുറത്തോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, പോകുന്നു. ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവർ. അവൾ എവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആകെ നേരം വൈകിട്ടുണ്ട് അല്ലേ. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക്. 4:30 കഴിഞ്ഞ് ഇവൾ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ അല്ലേ. ദെൻ ഐ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ ദ യാർഡ് അല്ലേ. അതായത് പിന്നെ ഞാൻ ആ പാർക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി റൈറ്റ് ടൈം വരട്ടെ, ഒരു 6 മണിയൊക്കെ കഴിയട്ടെ,
എന്നിട്ട് എന്ത് ചെയ്യുക, ആ മുറ്റത്തോട്ട് എന്ത് ചെയ്യാം, പോകാം, അവരുടെ വീടിൻ്റെ മുറ്റത്തോട്ട് പോകാം, എന്നിട്ട് ആരും കാണാതെ അല്ലേ, അങ്ങനെ വിചാരിച്ചിരിക്കുക. ദ വൈറ്റ് പീപ്പിൾ ആൾവേസ് ഹാഡ് ദെയർ സപ്പർ അറ്റ് 6:30. ഈ അവിടെയുള്ള വെളുത്ത വർഗ്ഗക്കാർ ഒരു 6:30 മണിയാകുമ്പോഴാണ് അവരുടെ അത്താഴം കഴിക്കുക. ആൻഡ് ദാറ്റ് വാസ് ദ ടൈം ഐ യൂസ് ടു സ്റ്റീൽ മൈ വേ ഇൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദം ഓർ ബീയിങ് സീൻ. അല്ലേ, ആ സമയത്താണ് ആരും കാണാതെ വീടിനകത്തോട്ട് എന്ത് ഈ ബാക്ക് റൂമിലോട്ട് എന്ത് ചെയ്യുക, പോവുക. അതായത് ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കില്ലല്ലോ. ആ സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുക, ചേച്ചിയുടെ ആ ബാക്ക് റൂമിലോട്ട് എന്ത് ചെയ്യാറ്, പോവാറ്. മൈ കമ്മിങ്സ് ആൻഡ് ഗോയിങ്സ് ഹാഡ് ടു ബി സീക്രട്ട് ബിക്കോസ് ദേ സ്റ്റിൽ ഡിഡിൻ നോ ഐ സ്റ്റേഡ് ദെയർ. അതായത് എൻ്റെ വരവും എൻ്റെ പോക്കും സീക്രട്ടായിരുന്നു. കാരണം അവിടെയുള്ള വെളുത്തവർഗ്ഗക്കാർക്ക് ആർക്കും അറിയില്ല ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയുടെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ആർക്കും അറിയില്ല. ഐ റിയലൈസ്ഡ് ദാറ്റ് she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. അതായത് കുറേ നേരം ഇവിടെ ആ പാർക്കിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചേച്ചി നേരം വൈകില്ല, സാധാരണ വരുന്ന സമയത്തും ചേച്ചിയെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവളെന്താ തീരുമാനിച്ചിട്ടുള്ളത്, ഓക്കെ ഇപ്പോഴൊന്നും വരില്ല. ആൻഡ് ഡിസൈഡഡ് ടു സിറ്റ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ റൂം, ചേച്ചിയുടെ ബാക്ക് റൂമിൻ്റെ മുന്നിൽ പോയിരിക്കാം. വേർ ഐ തോട്ട് ഐ വുഡിൻ ബി നോട്ടീസ്ഡ്. അവിടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആരും എന്നെ കാണില്ലല്ലോ, ബാക്ക് റൂമല്ലേ. ആൻഡ് ഐ വാസ് റീഡിങ് എ കോപ്പി ഓഫ് ഡ്രം മാഗസിൻ. ഞാൻ ഡ്രം മാഗസിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യും വായിക്കുകയായിരുന്നു. ഹോപ്പിംഗ് ദാറ്റ് ഷീ വുഡ് കം ബാക്ക് സൂൺ. അല്ലേ, ചേച്ചി എന്ത് ചെയ്യും, വേഗം തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. ഓക്കെ, ബിഫോർ ദ ഡോഗ്സ് സ്നിഫഡ് മീൻസ് മണം പിടിക്കുക, മീ ഔട്ട്. അതായത് നായകൾ എന്നെ മണം പിടിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഡ്രം മാഗസിനൊക്കെ വായിക്കാമെന്നൊക്കെ വായിക്കായിരുന്നു. ഐ വാസ് ട്രൈങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ്. ഞാൻ എൻ്റെ വായനയിൽ എന്തായാലും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെ വായിക്കായിരുന്നു. വൻ ഐ ഹേർഡ് 2 dogs പ്ലേയിങ്. അപ്പോൾ ഞാൻ കേട്ടു 2 നായകൾ കളിക്കുന്നുണ്ട്. ചേസിങ് ഈച്ച് അതർ നിയറർ ആൻഡ് നിയറർ ടു വേർ ഐ വാസ് സിറ്റിംഗ്. അവർ ഒന്നിന് പുറകെ ഒന്നായി, ഒരു നായൻ്റെ പുറകിൽ മറ്റേ നായ ഓടി വരുന്നുണ്ട്, മറ്റേ അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലേ, നിയറർ ആൻഡ് നിയറർ ടു വേർ ഐ വാസ് സിറ്റിംഗ്. അതായത് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. നമുക്ക് ഈ ചിത്രം കാണാൻ പറ്റില്ല, അവരുടെ ബാക്ക് റൂമിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ, ഓടി വരുന്നുണ്ട്. ആൻഡ് ദെൻ ദേ വേർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. പിന്നെ ഈ നായകൾ എൻ്റെ മുന്നോട്ട് എന്ത് ചെയ്യുന്നു വരുന്നു, ഡോഗ്സ്. ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ആസ് ഐ വാസ്. ഞാനും ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അയ്യോ, ഫോർ എ ബ്രീഫ് മൂമെൻറ്റ് വി സ്റ്റെയർഡ് അറ്റ് ഈച്ച് അതർ. കുറച്ച് നിമിഷം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അല്ലേ, ഈ നായകളെ കടിക്കുമോ എന്തപ്പം ഞാൻ ചെയ്യും ഒന്നും അറിയില്ല. ദെൻ ദേ സ്റ്റാർട്ടഡ് ടു ബാർക്ക് അറ്റ് മീ. പിന്നെ ഈ നായകൾ എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കുരക്കാൻ തുടങ്ങി. ഐ വാസ് ഷുവർ ദേ വുഡ് ടിയർ മീ ടു പീസസ് ഇഫ് ഐ മൂവഡ് ജസ്റ്റ് 1 finger. സോ ഐ സാറ്റ് വെരി സ്റ്റിൽ ട്രൈങ് നോട്ട് ടു ലുക്ക് അറ്റ് ദം. അല്ലേ, അതായത് എനിക്കുറപ്പായിരുന്നു, അതായത് ഞാൻ അവിടെ നിന്നൊന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ വിരലൊന്ന് അനക്കുകയാണെങ്കിൽ അവരെന്നെന്ത് ചെയ്യും, കടിച്ച് കീറുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലേ, സോ ഐ സാറ്റ് വെരി സ്റ്റിൽ. ഞാൻ അവിടെ അനങ്ങാതെ നിന്നു. ട്രൈങ് നോട്ട് ടു ലുക്ക് അറ്റ് ദം. ഞാൻ അവറ്റകളെ നോക്കാതെയാണ് അവിടെ നിൽക്കുന്നത്. വൈൽ മൈ ഹേർട്ട് പൗണ്ടഡ് ആൻഡ് മൈ മൗത്ത് വെൻറ്റ് ഡ്രൈ ആസ് എ പേപ്പർ. അല്ലേ, അതായത് എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ട് പേടിച്ചിട്ട്, എൻ്റെ വായിലെ വെള്ളമൊക്കെ പറ്റി, ഞാൻ എൻ്റെ ഒരു പേപ്പർ പോലെ ആയ പോലെ എന്ന് പറയാം. നമ്മുടെ വാൻ്റെ അകത്ത് ഉമിനീരൊക്കെ ഉണ്ടാവും, ഒന്നുമില്ല, ആകെ പേടിച്ചിട്ട്. ദെൻ ദ മാഡംസ് ഹൈ പിച്ചഡ് വോയിസ് റാങ് ഔട്ട് അബൌട്ട് ദ ഡോഗ്സ് ബാർക്കിംഗ്. അതായത് ഈ നായകൾ ഇങ്ങനെ കുരക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്, ആ മാഡത്തിൻ്റെ, ആ വെളുത്തവർഗ്ഗക്കാരിയായിട്ടുള്ള ആ മാഡത്തിൻ്റെ ഹൈ പിച്ചഡ് ആയിട്ടുള്ള, അല്ലേ, വലിയ ആ ശബ്ദം എന്ത് ചെയ്യാം പിന്നെ കേൾക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഐറേൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. അവളുടെ ചേച്ചിയെ വിളിക്കുകയാണ്. ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം. അത് എൻ്റെ പെങ്ങളുടെ ഇംഗ്ലീഷുള്ള പേരായിരുന്നു. വിച്ച് വി നെവർ യൂസ്. അത് ഞങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അല്ലേ, ഐ കുഡിൻറ്റ് മൂവ് ഓർ ആൻസർ ദ കാൾ. ദ ഡോഗ്സ് വർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഐ കുഡിൻറ്റ് മൂവ്. അതായത് എനിക്കൊന്ന് നീങ്ങാൻ പറ്റുന്നില്ല. അതായത് ഒന്ന് അയറേന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ചിലപ്പോൾ എന്നെ കാണുമല്ലോ, ഒന്ന് ആ വിളിക്കൊന്ന് റീപ്ലൈ കൊടുക്കാൻ വരെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. കാരണം ഈ നായകൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദയർ ടീത്ത് സോ ത്രട്ടനിങ്ങിലില്ലോ. അല്ലേ, അവരുടെ പല്ലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, എന്താണെന്ന് പറഞ്ഞാൽ എന്നെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വലിപ്പത്തിലായിരുന്നു. കാരണം നല്ല പല്ലുകളായിരുന്നു അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, വെൻ ദർ വാസ് നോ റീപ്ലൈ. അങ്ങനെ അയറേന്ന് വിളിച്ചു, ഒരു റീപ്ലൈ ഇല്ല. നായകളിങ്ങനെ കുരക്കുന്ന എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. വെൻ ദർ വാസ് നോ റീപ്ലൈ, ഒരു റീപ്ലൈ ഇല്ലാത്തപ്പോൾ ഷീ കെയിം ടു സീ വാട്ട് വാസ് ഗോയിങ് ഓൺ. അങ്ങനെ ഈ യജമാനത്തെ, ഈ മാഡം എന്ത് ചെയ്യുന്നു വരുന്നു, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നു വരുന്നു. ഓ ഇറ്റ്സ് യു, നീയാണോ, ഹലോ. ദെൻ ഡോഗ് സ്റ്റോപ്പ്ഡ് ബാർക്കിംഗ്. അങ്ങനെ അത് ഈ മാഡം ഒന്ന് നോക്കി, ചിലപ്പോൾ ഇവരുടെ വീട്ടിലുള്ള നായകളായിരിക്കാം. അല്ലേ, അതിനെക്കുറിച്ചൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഡോഗ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കുരക്കുന്നു നിർത്തി. ബട്ട് ദേ ഹാഡ് ഇൻ മൂവഡ്. അവരെന്ത് ചെയ്തിട്ടില്ല, നീങ്ങിയില്ല. ദേ വർ സ്റ്റിൽ ഗ്രോളിങ് അറ്റ് മീ. അവരിപ്പോഴും എന്നെ നോക്കിയിട്ട് ഇങ്ങനെ മുരളുകയാണ്. അല്ലേ, പ്ലീസ് മാഡം ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. പ്ലീസ് മാഡം, ഈ നായകൾ എന്നെ കടിക്കും. ഐ പ്ലീഡഡ്, ഞാൻ യാചിച്ചു. നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അല്ലേ, എൻ്റെ കണ്ണുകൾ അതിറ്റങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാതെ, മൂവ് ചെയ്യാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞു, പ്ലീസ് മാഡം ഇതിറ്റങ്ങൾ എന്നെ കടിക്കുമെന്ന് എന്ത് ചെയ്യാൻ പറയണേ. നോ ദേ വോണ്ട് ബൈറ്റ് യു. ഇല്ല, അവർ നിന്നെ കടിക്കില്ല. വെൻ ഡിഡ് യു കം ഇൻ. നീ എപ്പോഴാണ് വന്നത്. വി ഡിഡിൻറ്റ് സീ യു. ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്നെന്ത് ചെയ്യാണ് പറയാണ്. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. ഞാൻ കുറച്ച് നേരത്തെയാണ് ഇവിടെ വന്നത്.
മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ, എൻ്റെ പെങ്ങളിവിടെ ഇല്ലല്ലോ. ഐ ആം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. ഓക്കെ, ഞാൻ എൻ്റെ പെങ്ങളോട് സംസാരിക്കാനായിട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓ ഷീ ഈസ് നോട്ട് ഹിയർ, അവളിവിടെ ഇല്ലേ. ഐ ക്യാൻ ഗീവ് ഹർ എ മെസ്സേജ്. ഓക്കെ, ഞാൻ അവളോട് പറഞ്ഞോളാം. യു ഗോ ഓൺ ഹോം, നീ വീട്ടിൽ പോയിക്കോ. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. അല്ലേ, ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്, നിനക്ക് അവളെ കാണാനുണ്ടായിരുന്നു എന്ത് ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം എന്ത് ചെയ്യാണ് പറയണം. അതായത് ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടെ ഒരു ഐഡിയ എടുത്തു. കാരണം എന്താണ്, ഞാൻ എൻ്റെ പെങ്ങളെ കാണാനായിട്ട് എന്ത് ചെയ്താണ് വന്നതാണ് എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഐഡിയ എന്ത് ചെയ്താണ് എടുത്തതാണ്. എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രൈറ്റ് അവേ മീൻസ് ഉടനെ തന്നെ എല്ലാ ദിവസവും രാവിലെ എനിക്ക് നേരത്തെ എണീക്കണമായിരുന്നു. റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ആൾ അണ്ടർ ദ ബെഡ് വേർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. അതായത് നിലത്ത് വല്ല പാ വിരിച്ചു കണ്ടോ അല്ലെങ്കിൽ ബെഡ് വിരിച്ചു കണ്ടായിരിക്കും ഇവൾ കിടന്നിട്ടുണ്ടാവുക. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യണമായിരുന്നു, ഇവളുടെ ബെഡൊക്കെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചുരുട്ടി വെച്ചിട്ട് അവളുടെ പെങ്ങൾ കിടക്കുന്ന, അല്ലേ, പെങ്ങളുടെ പേര് ഇതിലായിരുന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ, അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലോട്ട് എന്ത് ചെയ്യണമായിരുന്നു, ചുരുട്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു, വെക്കണമായിരുന്നു. ഐ വാസ് നോട്ട് സപ്പോസ് ടു പുട്ട് ഓൺ ദ ലൈറ്റ് ആൾ ദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. അതായത് നല്ല ഇരുട്ടാണെങ്കിലും ആ ലൈറ്റൊന്നും ഇടാൻ പാടില്ല, അല്ലേ. I would light a candle and tiptoe means സൗണ്ട് ഉണ്ടാക്കാതെ മൈ വേ ഔട്ട് വിത്ത് സോപ്പ് ഡിഷ് ആൻഡ് ടൂത്ത് ബ്രഷ്. അതായത് ഞാനൊരു മെഴുകുതിരി കത്തിച്ച് ശബ്ദമുണ്ടാക്കാതെ പുറത്തോട്ട് പോകും. അതായത് പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാനായിട്ട് ഫ്രഷ് ആവാനൊക്കെ ഉണ്ടാവും, അല്ലെ പല്ല് തേക്കാനൊക്കെ ഉണ്ടാവും, അല്ലേ. ദെൻ ഐ വുഡ് ഡു എവറിത്തിങ് ആൻഡ് ബി ഓഫ് ദ പ്രിമൈസസ്. ഇവിടെ പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരം, ചുറ്റുപാടിന്. ഐ വുഡ് ഡു എവറിത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഞാൻ പോകും, ഈ പ്രിമൈസസിൽ നിന്ന് പോകും, അതായത് ഈ പരിസരത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, പോകും. ബൈ 5:30, അല്ലേ, എത്ര മണിക്കെന്നാണ് പറഞ്ഞത്, ഒരു 5:30 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പോകും. വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്, ഞാൻ ഷൂസിൻ്റെ ബാഗിലിടല്, കാരണം കാൽമേൽ ഇടാറില്ല, കാരണം സൗണ്ട് കേൾക്കണ്ട, അല്ലേ. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. ഞാൻ എപ്പോഴാണ് ധരിക്കുക, ഞാൻ ആ ഗേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നിട്ട് പുറത്തോട്ടാണ് എത്തിയിട്ടാണ്, അതായത് അവർ താമസിക്കുന്ന ആ വീടിൻ്റെ ആ പരിസരത്ത് നിന്ന് മാറിയിട്ടാണ് എന്ത് ചെയ്യുക, ഇവരെന്ത് ചെയ്യുക, ആ ഷൂസൊക്കെ ധരിക്കൽ എന്ന് എന്ത് ചെയ്യാണ് പറയുകയാണ്. തിങ്കിങ് അബൌട്ട് ആൾ ദിസ് തിങ്സ് ടുക്ക് മൈ മൈൻഡ് അവേ ഫ്രം ദ ബൈറ്റിംഗ് കോൾഡ് ഓഫ് ദ നൈറ്റ് ആൻഡ് മൈ വെറ്റ് നോസ് അൺടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവേർഡ്സ് മീ. ഇവളിപ്പോൾ ആ പാർക്കിലിരിക്കുക, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കണ്ട്, അല്ലേ. അതായത് നല്ല തണുപ്പുണ്ടായിരുന്നു, രാത്രിയുടെ നല്ല തണുപ്പുണ്ടായിരുന്നു, എൻ്റെ മൂക്കൊക്കെ ആകെ എന്ത് ചെയ്തിട്ടുണ്ടായി, നനഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ. അൺടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവേർഡ്സ് മീ. എൻ്റെ പെങ്ങൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് വരുവോളും ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാം, മോലോ വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്. മോലോ, അല്ലേ, അവൾ വിളിക്കുകയാണ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്. ഷീ ഗ്രീറ്റഡ് മീ, അല്ലേ, പെങ്ങൾ എന്നെ അഭിസംബോധന ചെയ്യുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. ഐ ക്വിക്ക്ലി ബ്രീഫഡ് ഹർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൺ. ഞാൻ എല്ലാം ചുരുക്കി പറഞ്ഞു, എന്താണ് നടന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെങ്ങളുടെ റീപ്ലൈ എന്തായിരുന്നു, ഓ വാട്ട് വർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. നീ എന്താണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആദ്യത്തെ സ്ഥലത്ത് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓ യു നോ യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ഇൻ ടുഗദർ. നിനക്കറിയില്ലേ എന്നെ കാത്തിരിക്കണമെന്ന്, നല്ല നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. ദെൻ ഐ കുഡ് സേ യു വർ വിസിറ്റിംഗ് ഓർ സംതിങ്. എനിക്ക് പറയാമായിരുന്നല്ലോ നീ എന്നെ കാണാൻ വന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. നോ യു ടെൽ മീ വാട്ട് ആം ഐ സപ്പോസ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കം ഇൻ അഗെയിൻ. അതായത് നീ പറ, ഞാൻ എന്താ ചെയ്യുക, അതായത് അവർ നിന്നെ ഒന്നുകൂടി കണ്ടത് ഞാൻ എന്താ പറയുക അവരോട്, നീ ഇപ്പോൾ അവിടുന്ന് പോകുന്നതല്ലേ, ആകതായി. ഷീ വാക്ക്ഡ് ആംഗ്രിലി ടുവേർഡ്സ് ദ ഗേറ്റ്. അവൾ ദേഷ്യത്തോട് കൂടിയിട്ട് ആ ഗേറ്റിൻ്റെ അടുത്തോട്ട് എന്ത് നടക്കുന്നു. വിത്ത് മീ ഹെസിറ്റേറ്റിംഗ്ലി, വേണോ വേണ്ടതെന്ന് വിചാരിച്ച് ഞാനും അവളെ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. ഐ മമ്പിൾഡ് മൈ അപ്പോളജീസ്. മമ്പിൾഡ് മീൻസ് പെറുപെറുക്കുക, ഞാൻ എൻ്റെ ക്ഷമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഫോളോഡ് ഹെർ ഇൻ, അല്ലേ, ചേച്ചി എങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ബൈ സം മിറാക്കിൾ, എന്തോ ഒരു അത്ഭുതം എന്ന് പറയട്ടെ. നോ വൺ സീമഡ് ടു ഹാവ് നോട്ടീസ്ഡ് us. ആരും ഞങ്ങളെ കണ്ടില്ല. ആൻഡ് വി ക്വിക്ക്ലി മഞ്ചഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടാറ്റോസ് ആൻഡ് ഡ്രാങ്ക് അവർ ടീ. അങ്ങനെ ഞങ്ങൾ ബാക്ക് റൂമിനകത്തോട്ട് കയറി ഞങ്ങൾ എളുപ്പത്തിൽ തന്നെ മഞ്ചഡ് മീൻസ് ചവക്ക, വേഗം കഴിക്കുക, ഭക്ഷിക്കുക. എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ, തണുത്ത ചിക്കൻ എന്തൊരു സ്നാക്ക്, അതുപോലെ തന്നെ ബോയിൽഡ് പൊട്ടാറ്റോസ്, പുഴുങ്ങിയിട്ടുള്ള എന്ത് ചെയ്യാണ് ഉരുളക്കിഴങ്ങും, ആൻഡ് ഡ്രാങ്ക് അവർ ടീ. എന്നിട്ട് ഞങ്ങൾ ചായയും കുടിച്ചു. ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്, ഒരു കാര്യവും ഞങ്ങൾ എന്ത് ചെയ്തില്ല, സംസാരിച്ചില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. എനിക്കൊരു നായയെ പോലെ ഓരിയിടണമെന്നുണ്ട്, അല്ലേ. ഹൗൾ മീൻസ് ഓരിയിടുക, അല്ലേ, ശബ്ദിക്കണമെന്നുണ്ട്. ഐ വിഷഡ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലൊക്കെ എൻ്റെ അടുത്തോട്ടൊന്ന് വരിക, എൻ്റെ ഒരു സുഹൃത്താവുക, അല്ലേ. ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്. എന്നോട് പറയണം നീ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളല്ല. ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ, അല്ലേ, എന്താണ് എൻ്റെ സിസ്റ്റർ എന്നെ വെറുക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറയണം. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ്. എന്നിട്ട് എന്നോട് അയാൾ പറയണം ഒരു ദിവസം നിനക്ക് എന്ത് ചെയ്യും, നല്ല സ്ഥലം കിട്ടും, അല്ലെ, താമസിക്കാനൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം കിട്ടും എന്നൊക്കെ എന്ത് ചെയ്യണം, പറയണം എന്നായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് സ്വന്തമായിട്ടൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്ത് എന്നോട് ഒന്നുകൊണ്ട് പറയണം നീ യൂസ്ലെസ് അല്ല, നിന്നെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നിൻ്റെ സിസ്റ്റർ നിന്നെ ഒരിക്കലും വെറുക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാണ് ഒരു ദിവസം നിനക്ക് നല്ലൊരു സ്ഥലം കിട്ടും താമസിക്കാനൊക്കെ. അപ്പോൾ ഇവളുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും, ഞാനൊരു യൂസ്ലെസ് ആണ്, എൻ്റെ സിസ്റ്ററിന് എന്നോട് ഇഷ്ടമില്ല, കാരണം എനിക്ക് ഒരിക്കലും നല്ലൊരു സ്ഥലം കിട്ടില്ല ജീവിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, അല്ലേ. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാറം വെൻറ്റ് ഓഫ്. അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണീറ്റു. സം കൈൻഡ് ഓഫ് പെയിൻ within pushed me to do everything
അറ്റ് ഡബിൾ സ്പീഡ് ആൻഡ് റൺ ടു മൈ ടോയ്ലറ്റ്. അതായത് എന്തോ തരത്തിലുള്ളൊരു വേദന എൻ്റെ അകത്തുണ്ടായിരുന്നു. അത് എന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡബിൾ ഇരട്ടി വേഗത്തിൽ ചെയ്യാൻ. ആൻഡ് റൺ ടു മൈ ടോയ്ലറ്റ്, എന്നിട്ട് എൻ്റെ ടോയ്ലറ്റുകളിട്ട് ഓടാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ആരുമില്ല ഇവൾക്ക്, ആകെപ്പാടെ ഉള്ളത് ആ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കയറിയ വാതിലടച്ച് കഴിഞ്ഞാൽ ഇവൾക്കൊരു പ്രൈവസി കിട്ടും അല്ലേ, എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാമല്ലോ അല്ലേ. ഐ കാൾ ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെ എൻ്റെ ടോയ്ലറ്റ് എന്ന് എന്ത് ചെയ്യുന്നു ഞാൻ വിളിക്കുന്നു, കാരണം ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. അതാണ് ഞാൻ ആ ടോയ്ലറ്റിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ സ്വന്തം ടോയ്ലറ്റ്, കാരണം എൻ്റെ ഇമോഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എനിക്കതിൽ എന്ത് ചെയ്യാം, ചിന്തിക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ അല്ലേ. I felt my spirits really lifting as I put on my shoes outside the gate. അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, അവളുടെ ഷൂസും മറ്റു കാര്യങ്ങളൊന്നും ഇടാറില്ല, ബാഗിൽ വെക്കാറ്. ആ ഗേറ്റാണ് കടന്നു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും, ഷൂസ് ഇടും. അതാണ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്പിരിറ്റ്സ്, എൻ്റെ ആത്മാക്കൾ അങ്ങനെ പൊങ്ങി പറക്കുന്ന പോലെ ആ വീടിൻ്റെ ആ ഒരു ഫെൻസ് അതാണ് കഴിഞ്ഞാൽ ഇവൾക്കൊരു തരത്തിലുള്ള ഫ്രീഡം കിട്ടിയ പോലെ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഇവൾക്ക് ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. ഐഡൻറ്റിറ്റി ഉണ്ടോ ഇല്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സുഹൃത്തുക്കളെ കാണാം, ജോലി ചെയ്യുന്നിടത്ത് കാണാം അല്ലേ, വേണമെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോയി ഇരുന്നിട്ടും സമാധാനത്തോട് കൂടി അതെങ്കിലും എൻ്റെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറെങ്കിലും അതന്നെ എൻ്റെ ഒരു പ്രൈവസിയുള്ള സ്ഥലമാണെന്ന് അറിയാം. വാതിലൊക്കെ അടച്ചിട്ടിരിക്കാമല്ലോ. ഐ മേഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗ് അല്ലേ. ഞാൻ ഉറപ്പ് വരുത്തി എൻ്റെ നോട്ട് ബുക്ക് എൻ്റെ ബാഗിലുണ്ടെന്ന് അല്ലേ. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റർ. ഞാൻ അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഡിൽ ഇങ്ങനെ നടക്കുകയാണ്. ആൻഡ് മൈ ഫീറ്റ് വെർ ഫീലിംഗ് ലൈറ്റർ ആൾ ദ ടൈം അല്ലേ. അതായത് എൻ്റെ ചുവടുകൾ ഒക്കെ ലൈറ്ററായ പോലെ എന്ത് ചെയ്യുന്നു തോന്നുന്നു, പതുക്കെ ആയ പോലെയൊക്കെ എന്ത് ചെയ്യുന്നു പോകുന്നുണ്ട് അല്ലേ, ആൾ ദ ടൈം. ദെൻ ഐ നോട്ടീസ്ഡ് ദാറ്റ് ദ ഡോർ ഹാഡ് ബീൻ പെയിൻറ്റഡ് ആൻഡ് ദാറ്റ് എ ന്യൂ വിൻഡോ പെയിൻ ഹാഡ് റീപ്ലേസ്ഡ് ദ ഓൾഡ് ബ്രോക്കൺ വൺ. ടോയ്ലറ്റിൻ്റെ അടുത്തോട്ട് പോവുക, ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഡോറൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിൻഡോ പെയിൻ, ഒരു ജനൽപ്പാളി, പൊട്ടിയ ജനൽപ്പാളിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. ഐ സ്മൈൽഡ് ടു മൈ സെൽഫ് ആസ് ഐ റീച്ച് ദ ഡോർ. ഞാൻ ആ ഡോറിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. ബിഫോർ ലോങ്, അധികം വൈകാതെ, ഐ വാസ് സിറ്റിംഗ് ഓൺ ദാറ്റ് ടോയ്ലറ്റ് സീറ്റ്. ഞാൻ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കാൻ തുടങ്ങി. റൈറ്റിംഗ് എ പോം, ഒരു കവിത എഴുതിക്കൊണ്ട്. ചിലപ്പോൾ ഇവളിങ്ങനെ എഴുതിക്കൊണ്ടായിരിക്കാം നമ്മൾ ജസീന മലോഫ് എന്ന് കാണുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിട്ട് അവൾ എന്ത് ചെയ്തിട്ടുള്ളത് മാറിയത് അല്ലേ. ഇവർക്കൊക്കെ ഒരു പ്രചോദനം ഉണ്ടായിരിക്കുമല്ലോ, അത് ഇവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമുക്കിതിലൂടെ മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ അവൾ അവിടെ ഇരുന്നിട്ടൊരു കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മെനി മോർ മോർണിംഗ്സ് സോ മീ സിറ്റിംഗ് ദ റൈറ്റിംഗ്. അങ്ങനെ പല ദിവസം രാവിലെകളിലും ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോം. ചില സമയങ്ങൾ അത് കവിത ആയിരിക്കണം എന്നില്ല. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ്. എൻ്റെ തലക്കകത്ത് എന്താണോ എന്ന് അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണെന്ന് സംസാരിക്കുക, എനിക്ക് സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ അതേപോലെ ഞാൻ എൻ്റെ ആ പുസ്തകത്തോട് ഞാൻ എഴുതിയിട്ട് സംസാരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഴുത്തുകാർ പലരും അവരുടെ എഴുത്തിനോട് തന്നെ സംസാരിക്കുന്നു, അവരുടെ എഴുതുന്ന ആ പേപ്പറിനോട്, ആ പുസ്തകത്തോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു അല്ലേ. അതായത് നമുക്കെല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, അതൊക്കെ പെൻഡപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം അല്ലേ. ചില ആളുകൾ എന്നത് സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്നു, പാരൻസ്, ചില ആളുകൾ സോഷ്യൽ മീഡിയസ്, അങ്ങനെ എന്ത് ചെയ്യുന്നു പോകുന്നു. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമല്ലോ, ഒന്ന് റിലീസ് ചെയ്യണമല്ലോ. അപ്പോൾ അവളുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് അവൾ ആ പുസ്തകത്തെയും ആ ടോയ്ലറ്റിനെയൊക്കെ എന്ത് ചെയ്യും നമ്മൾ കാണുന്നു. ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ഞാൻ ഓർക്കുന്നു, അതായത് കുറച്ച് നാളിൽ എന്തൊക്കെയോ ഞാൻ എൻ്റെ പെങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. എന്താണ് ഈ ടോയ്ലറ്റിൻ്റെ കാര്യം തന്നെയാണ് മറച്ചു വെക്കുന്ന കാര്യം, ഈ എഴുതുന്ന കാര്യമൊക്കെ മറച്ചു വെക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു. ഷീ ഡിഡ് നോട്ട് നോ എബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. എൻ്റെ പെങ്ങൾക്ക് അറിയില്ല പാർക്കിൽ എനിക്ക് ടോയ്ലറ്റ് ഉണ്ടെന്ന കാര്യം അവൾക്ക് അറിയില്ല. ആൻഡ് ഷി വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട് ബുക്ക് അല്ലേ. അതായത് അവൾക്ക് എന്തില്ല എന്നാണ് പറഞ്ഞത്, എൻ്റെ നോട്ട് ബുക്കിൽ അവൾക്കും എന്തില്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എഴുതുന്നതിലും മറ്റൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. Then one morning, I wanted to write a story about what had happened at work the day before അല്ലേ. അതായത് ആ ദിവസം മുമ്പ്, അതായത് തലേ ദിവസം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് എഴുതാനായിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ഇനി ടോയ്ലറ്റിലോട്ട് എന്ത് ചെയ്യാണ്, പോവുകയാണ്. എന്താണ് സംഭവിച്ചത്, ദ സൂപ്പർവൈസർ സ്ക്രീമിങ് അറ്റ് മീ അല്ലേ. അവിടെ അവൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ സൂപ്പർവൈസർ ഇവളെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്രീം ചെയ്യുന്നുണ്ട്, അലറുന്നുണ്ടായിരുന്നു. കാരണം ഫോർ നോട്ട് കാളിങ് ഹർ വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹൂ സ്റ്റോൾ 2 dresses അറ്റ് ലഞ്ച് ടൈം. അതായത് ലഞ്ച് ടൈമിൽ ഇവർ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് അരക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, 2 തുണിത്തരങ്ങൾ, 2 ഡ്രസ്സസ് എന്ത് ചെയ്യുന്നു, മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ മോഷ്ടിക്കുമ്പോൾ നമ്മൾ നിൽക്കട അവിടെ, അല്ലെങ്കിൽ നിൽക്കടി അവിടെ എന്ത് ചെയ്യണമെന്ന് വിളിക്കണമല്ലോ. ഞാനത് ചെയ്തില്ല. ആയതുകൊണ്ട് എൻ്റെ സൂപ്പർവൈസർ എന്നെ ആകെ ഇവളിട്ടുകൊണ്ട് ആകെ അലക്കുന്നുണ്ടായിരുന്നു, ചൂടാവുന്നുണ്ടായിരുന്നു അല്ലേ. ഇറ്റ് ആൾ കെയിം ബാക്ക് ടു മീ. ഇതെല്ലാം എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, വേഗം അങ്ങനെ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച് ദ ഡോർ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആരും ടോയ്ലറ്റിൻ്റെ ഡോർ കണ്ട് സ്മൈൽ ചെയ്യാനൊന്നും നമ്മൾ നിൽക്കില്ല. നമ്മളെ വേഗം തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ട് പോകാനാണ്, എന്നിട്ട് പോയിട്ട് ഫ്രഷ് ആവാനാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. പക്ഷേ ഇവിടെ അത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒന്ന് പുഞ്ചിരിക്കുന്നു. ബട്ട് ഇറ്റ് വുഡിൻ്റെ ഓപ്പൺ, അതെന്ത് ചെയ്തില്ല, അത് തുറന്നില്ല. ഐ തിങ്കിങ് ഫോർ ദ ഫസ്റ്റ് ടൈം
ഐ അക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ആൾ. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം, ഞാൻ ആദ്യമായിട്ട് ഞാനൊരു കാര്യം എന്ത് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ആ ടോയ്ലറ്റ് എൻ്റേതല്ല എന്ന് എന്ത് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. സ്ലോവിലി ഐ വാക്കഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ. പതുക്കെ ഞാൻ തൊട്ടടുത്തുള്ള പാർക്കിൻ്റെ ആ ബെഞ്ചിലോട്ട് എന്ത് ചെയ്യുന്നു പോകുന്നു. ഇവിടെ കണ്ടില്ല ഒരു ബെഞ്ച് അല്ലേ, അതിലോട്ട് എന്ത് ചെയ്യുന്നു പോകുന്നു. നിയർ ബൈ വാച്ച് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ്. അങ്ങനെ ഏർലി സ്പ്രിംഗ് അല്ലേ, ഏർലി സ്പ്രിംഗ് സീസണിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഞാൻ കാണുന്നു. ആൻഡ് റോഡ് ദ സ്റ്റോറി എനിവേ. അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ആ കഥ എഴുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസീന മലോഫിന് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി എന്തുണ്ടായിരുന്നില്ല, അന്ന് ഉണ്ടായിരുന്നില്ല. അതായത് റേസിസം, ഐഡൻറ്റിറ്റി ക്രൈസിസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം നമ്മുടെ ഈ ഒരു കഥയുടെ ഒരു തീമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ സ്റ്റുഡൻസ്, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ അവർ അനദർ സെഷൻ.